ഹായ് ഓൾ. ഞാനിപ്പോൾ എഡ്മണ്ടം പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതേ ഉള്ളൂ, വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ എല്ലാ തവണയും ഒരേ ടൈപ്പിലെ വ്ലോഗ്സ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ എന്തൊക്കെയാണ് ഞാൻ എഡ്മണ്ടം ഒന്ന് വാങ്ങിച്ചെന്ന് കാണിക്കാമെന്ന്. സോ ലെറ്റ്സ് സീ വാട്ട് ഐ ഗോട്ട് ഫ്രം എഡ്മണ്ടൺ. ഫസ്റ്റ് ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെമി ആനുവൽ സെയിൽ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ സെമി ആനുവൽ സെയിലല്ല, അവർ സെമി ആനുവൽ സെയിൽ എന്നാണ് എഴുതിയിരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും സെമി ആനുവൽ സെയിൽ നടക്കുന്ന കവറൊക്കെ സെമി ആനുവൽ സെയിലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാൽ കാണിക്കാം. എനിക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ബോഡി വാഷ് ആണെങ്കിലും സാനിറ്റൈസേഴ്സ്, ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉണ്ടല്ലോ, പോക്കറ്റ് സാനിറ്റൈസേഴ്സ്, അതൊക്കെ ഞാൻ വാങ്ങലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെ ഒരു ബോഡി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ അതിൻ്റെ ബോഡി വാഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. ഇതാണ് ഫസ്റ്റ് വാങ്ങിയത്. ഇനി സെക്കൻഡ് വാങ്ങിച്ചത് ഇത് വിന്റർ ക്യാൻഡി ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റഡ് ആയിട്ടുള്ള ബോഡി വാഷാണ് സെക്കൻഡ് ഉള്ളത്. ഇനി തേർഡും ഒരു ബോഡി വാഷ്. ഞാൻ കൂടുതലും ബോഡി വാഷാണ് വാങ്ങുന്നത്. ഇത് ഷാംപെയിൻ ടോസ്റ്റിൻ്റെ ബോഡി വാഷാണ്. അപ്പോൾ ഇത് മൂന്നും ബോഡി വാഷ്. പിന്നെ ഒരു 2 പോക്കറ്റ് ഹാൻഡ് സാനിറ്റൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമെലൺ ലെമണേഡ്, അതായിരുന്നു ഫസ്റ്റ് സെൻറ്റ്. ഇത് പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റോസ് വാട്ടർ ആൻഡ് ഐവി, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ ഉണ്ടായിരുന്നു, ഞാനൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു തേർഡ് വൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയോ ഉണ്ട്, എവിടെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പം അത് തപ്പിപ്പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് തപ്പിപ്പിടിക്കുന്നില്ല. അതൊരു ലാവൻഡറിൻ്റെ ഇതുപോലെ തന്നെ സെയിമുള്ള ഒരു ലാവൻഡറിൻ്റെ സെയിം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങുമ്പോൾ നമുക്കൊരു കൂപ്പൺ കിട്ടും. അപ്പോൾ എനിക്കൊരു 20% ഓഫിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയും പിന്നെ ഞാൻ മെയിനായിട്ട് എഡ്മണ്ടം പോകുന്നത് സൗത്ത് ഇന്ത്യൻ സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ്. അപ്പം 1000 സ്പൈസസ് കയറി വാങ്ങും. അപ്പോൾ ഇത്തവണ 1000 സ്പൈസസിൽ പോയപ്പോൾ കുറച്ചധികം സാധനം വാങ്ങിച്ചു. കാരണം എനിക്ക് സ്പൈസസിൻ്റെ ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അതെല്ലാം ഇത്തവണ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ തവണയും ഞാൻ 1000 സ്പൈസസിൽ പോകുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു മറ്റേ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും പാത്രങ്ങൾ വാങ്ങും. അപ്പോൾ അങ്ങനെ ഇത്തവണ പോയപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി വാങ്ങിച്ചു. ഇതാണ് അപ്പച്ചട്ടി. ഇത് തുറന്ന് കാണിച്ചു തരാറ്. പാലപ്പം ഉണ്ടാക്കാനായിട്ട് പാലപ്പച്ചട്ടി. ഇത് വൃത്തിയാക്കാനുള്ള സംഭവം ഇതിൻ്റെ ഇതാണ്. ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള സംഭവം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് പാലപ്പച്ചട്ടി. ഞാൻ ഫുള്ള് എടുക്കുന്നില്ലേ, കുറച്ച് നാളായി പാലപ്പം കഴിക്കണം എന്ന് വിചാരിക്കുക. ചട്ടി ഇല്ലാതെ ഉണ്ടാക്കാറില്ല. ഇത് തന്നെ നമുക്ക് തിരിച്ചിടാനുള്ള തവിക്ക വരുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു പർച്ചേസ്. പിന്നെ എൻ്റെ സ്പൈസസിന് റീസ്റ്റോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാണിച്ചു തരാതെ. ഒരു സാധനമുണ്ട്. ഇത് ചെമ്മീൻ ചമ്മന്തി. ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് മേറ്റ് കൊണ്ടുവന്നിട്ട് അവള് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇന്ന് കണ്ടപ്പോഴത്തേക്കിനും ഇതൊരെണ്ണം വാങ്ങിച്ചേ. ഇതാണ് ഫസ്റ്റ്. പിന്നെ എനിക്ക് വളരെയധികം യൂസുള്ള ഒരു സാധനമാണ് ശർക്കര. അത്യാവശ്യം ഇച്ചിരി കറുത്ത ശർക്കര ആണിപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. ഞാൻ പൊതുവെ സാധനങ്ങളൊക്കെ ഇപ്പം ശർക്കര കാപ്പി ഉണ്ടാക്കി കുടിക്കലുണ്ട്. പിന്നെ ഉണ്ണിയപ്പം, അലുവ, അമ്മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലുള്ളത് കൊണ്ടിട്ട് ഇവിടെ ഇമ്മാതിരി ശർക്കര കിട്ടില്ല. വേറൊരു ടൈപ്പിലൊരു ശർക്കര കിട്ടുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല കറുത്തിട്ടുള്ള ശർക്കര ആണെന്നപ്പോഴത്തേക്കും ഞാനൊരു 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി പിന്നുള്ളത് എൻ്റെ സ്പൈസസ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്പൈസസിൻ്റെ കുറച്ച് റീസ്റ്റോക്ക് ഉണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കടുക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കടുക് എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കടുക് കണ്ടപ്പോഴത്തേക്കും കടുകും കൂടെ വാങ്ങിച്ചു.
പിന്നുള്ളത് പിന്നെ വേറൊരു അവിടെ പോകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ബൂസ്റ്റ്. പാലിലിട്ടൊന്നും കുടിക്കലില്ല, ഷേക്ക് ഉണ്ടാക്കും. മെയിനായിട്ടും ബൂസ്റ്റ് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാനാണ് വാങ്ങല്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ബൂസ്റ്റ് വാങ്ങുന്നത്. കാശ്മീരി ചില്ലി പൗഡർ, ഇതെൻ്റെ മസാലാസിൻ്റെ ഒക്കെ ഒരു റീസ്റ്റോക്ക് സംഭവമാണ്. കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ മസാല, ടർമറിക് പൗഡർ, പിന്നെ മീറ്റ് മസാല. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ കണ്ണി കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരും. ചില നേരത്ത് നാട്ടിൽ നിന്ന് അയക്കലുണ്ട് പൊടിപ്പിച്ചിട്ട്. പിന്നെ ഞാനിത് ഒരു സെറ്റായിട്ടെങ്കിലും കിട്ടുമ്പോൾ അങ്ങ് വാങ്ങും. എൻ്റെ തീരാറായിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഞാനിത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതാണ് ഫുള്ള് സൗത്ത് ഇന്ത്യൻ കടയിൽ നിന്നുള്ള പർച്ചേസ്. 1000 സ്പൈസസ് അത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അഡാസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യണം. ഞാനൊരു ഹുഡി കണ്ടു കേട്ടോ. എനിക്ക് ബാക്ക് പ്രിന്റിങ് ഉള്ള ഹുഡീസ് ഒന്നും ഇല്ല. അത് തന്നെയല്ല, വേൾഡ് കപ്പിൻ്റെ സംഭവം കൂടെ വന്നപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ബാക്ക് പ്രിന്റ് കാണിച്ചു തരാം. ഇതാണ് ബാക്ക് പ്രിന്റ് വരുന്നത്. ഇതാണ് ഹോൾ ബാക്ക് പ്രിന്റ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ഉണ്ട്. ഇതിനൊക്കെ വൻ അർത്ഥങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ റെപ്രസെന്റ് വേൾഡ് കപ്പിൻ്റെതാണ് സംഭവം വരുന്നത്, ഫിഫയുടേത്. സോ അപ്പം അതിൻ്റെ എന്തൊക്കെയൊക്കെ സാധനങ്ങളാണ്. എനിക്കതൊന്നും ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ അറിയാൻ പാടില്ല. ഞാൻ ട്രൈ ഓൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ എനിക്കത് ട്രൈ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വാങ്ങാൻ. എൻ്റെ കയ്യിൽ വൈറ്റ് ഹുഡി ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഓപ്പൺ ഹുഡി ഉണ്ട്, മാതിരി ക്ലോസ്ഡ് ആയിട്ടുള്ള. പിന്നെ എൻ്റെ കയ്യിൽ ബാക്ക് പ്രിന്റഡും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊന്നും അല്ല റീസൺ, എനിക്കിത് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇത് മാത്രമാണ് അവിടുന്ന് വാങ്ങിയത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ എഡ്മണ്ടം പർച്ചേസ് സാധനങ്ങൾ ഉള്ളത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ എല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.